മിനിറ്റ് കൊണ്ട് എങ്ങനെ ആവോലി ഫ്രൈ ഉണ്ടാക്കാം എന്നതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ആവോലി മേടിച്ചിട്ടുണ്ട്. ആവോലി മേടിച്ച് നല്ല മുറിച്ച് വെച്ച് നല്ല വിരഞ്ഞിട്ടുണ്ട്. ഇതാണ് ആവോലി. വെളുത്ത ആവോലി എന്നാണ് ഇതിന് പറയുക. വെളുത്ത ആവോലി, അതായത് ഇതിന് കിലോന് 700 ഇന്ത്യൻ റുപ്പീസാണ് നാട്ടിലെ വില. ഇവിടെ 350 വരും. ഇതിൻ്റെ ഫ്രൈ ആണ്. ഇതിൻ്റെ ഫ്രൈ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വേറെ മസാല യൂസ് ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ പൊടിച്ച് വെച്ച മസാലയാണ് യൂസ് ചെയ്യുന്നത്. അതായത് മുളക് പൊടി, മഞ്ഞൾ, ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പൊടിച്ചൊരു മസാല പൊടിയാണിത്, പിന്നെ എണ്ണ. ഇത്ര സിമ്പിളായ സാധനം. വെളുത്ത ആവോലി അപ്പോൾ നമ്മൾ ഇന്ന് മേക്ക് ടൈം ചെയ്ത വേൾഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് വെളുത്ത ആവോലി. അപ്പോൾ നമ്മൾ മേടിച്ചിട്ടുണ്ട് വെളുത്ത ആവോലി. അപ്പോൾ വെളുത്ത ആവോലി എങ്ങനെ ഫ്രൈ ചെയ്യാമെന്നാണ് ഈ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. കിലോന് നാട്ടിൽ 700 ഭാഗത്തുണ്ട് കിലോന്. ഞാൻ ഇന്നലെ മേടിച്ചതാണ്. അപ്പോൾ അത് ഞാൻ മുറിക്കുന്നതാണ് ആദ്യം കാണിക്കുന്നത്. ആദ്യം നമുക്ക് മുറിക്കാം. തലയും ഇതെല്ലാം എടുക്കാം. തലയൊന്നും ഇതിൻ്റെ മാറ്റേണ്ട കാര്യമില്ല. ഇതിൻ്റെ ഉള്ളിൽ വയറിൽ സാധനം ഓൾറെഡി അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് മുറിച്ച് കളയാം. സൈഡ് മുറിച്ചാൽ അതിൻ്റെ വെളുത്ത ആവോലിയാണ്. സൈഡ് ഇങ്ങനെ തന്നെ മുറിച്ച് കളയുക. അതിൻ്റെ ചിറക് മുറിച്ച് കളയുക. സൈഡിൽ വേറെ ചിറകുണ്ട്, അത് മുറിക്കുക. തല മുറിക്കേണ്ട കാര്യമില്ല. തല നമുക്ക് എടുക്കാം. തല നമുക്ക് സൈഡിൽ ചെറുങ്ങനെ കളഞ്ഞേക്കാം. അതിൻ്റെ ഉള്ളിൽ കുടൽ ഒരു സാധനമുണ്ട്. അത് ഓൾറെഡി ഇന്നലെ അവരെ നമുക്ക് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കുടൽ ഓൾറെഡി എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് കളയേണ്ട കാര്യമില്ല. അതിനോട് ചേറിലുണ്ടെങ്കിൽ നമുക്ക് കളയാം. വേറെ ചെയ്യാനില്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരഞ്ഞു കൊടുക്കാം. ഞാൻ നല്ല അടിപൊളി വരഞ്ഞു കഴിഞ്ഞാൽ മസാല പിടിക്കണ്ടിട്ട് നല്ലോണം ഇങ്ങനെ വരയുക. അപ്പോൾ ഇങ്ങനെ നമ്മളിവിടെ വരഞ്ഞിട്ടുണ്ട്. മസാല പിടിക്കണ്ടിട്ട് ഇങ്ങനെ ആവലിൻ്റെ മസാല പിടിക്കണ്ടിട്ട് മീൻ ഇങ്ങനെ വരയുക. ഇതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരയുക. ഇങ്ങനെ വരഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മസാല പിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അതിനുകൊണ്ടാണ് ഇങ്ങനെ വരയുന്നത്. അപ്പോൾ തല എടുക്കേണ്ട കാര്യമില്ല. തല എടുത്തിട്ടുണ്ട്. തലേൻ്റെ ഉള്ളിൽ ചെറിയൊരു സംഭവം ഉണ്ട്. അതിനെ കയറിയിട്ട് എടുത്ത് കളയേണ്ടതാണ്. അത് കളഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇതാണ് മാന്ത. നിങ്ങൾ ഇതിനെ മാന്ത എന്താണെന്ന് അറിയില്ല. നമ്മൾ പറയാം തലശ്ശേരിക്കറിഞ്ഞ പറയാം മാന്ത എന്ന് അറിയില്ല. ഇത് 2 പീസായിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു 2 പീസായിട്ട് നമ്മൾ മുറിച്ച് തന്നതാണ്. നമുക്ക് കാണിക്കാം എങ്ങനെ മുറിക്കുന്ന കാണിക്കാവുന്നതാണ്. ഇതിൻ്റെ തോല് എവിടെ? ഇതിൻ്റെ തോലെടുത്ത് വരേണ്ടതാണ്. ഈ തോലിങ്ങനെ എടുത്ത് വരണം. ഇതിൻ്റെ തോലിങ്ങനെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇഷ്ടപ്പെടാം. ഇങ്ങനെ തോലെടുത്ത് കളയാം. അതേപോലെ തന്നെ ബാക്കിലുണ്ട് ഒരു വെള്ളത്തോലുണ്ട്. അതും എടുത്തോലുണ്ടാവും. കുടലുണ്ടോ? കുടലിനുള്ളിൽ കുറേ തീരുണ്ടോ? അത് കഴിക്കണം. കുടലുള്ള തലയിലുള്ള തീർപ്പുണ്ട്. തീട്ടല്ല, അതിനുള്ള തലയിലുള്ള സാധനം നല്ല എടുത്ത് പറയണം. അത് രസമാണ്. എടുത്ത് തരണം. ഇങ്ങനെയാണ്. അതേപോലെ തന്നെ ബാക്കിൽ ഇത് അടിയിലും ഈ വാലും ഇതും നമുക്ക് ഇതിങ്ങനെ വലിച്ചോടാൻ പറ്റും. അറിയില്ല, ചില ആൾക്കാർ എടുത്ത് കളയില്ല, ചില ആൾക്കാർ എടുത്ത് കളയും. ഞാനിത് എടുത്ത് കളയില്ല. അപ്പോൾ ഇതാണ് ആവോലി. അപ്പോൾ ആവോലി നമുക്ക് ഇതാക്കാം. മസാല വരക്കാം. ഒരു ടീസ്പൂണ് കൊത്തമല്ലി, മുളക് പൊടിച്ചിട്ടുള്ള ഒരു മസാലപ്പൊടിയാണിത്. അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല പൊടിച്ച മുളക്, പുറത്ത് മേടിച്ചൊന്നുമല്ല, വീട്ടിൽ തന്നെ പൊടിച്ചൊരു മുളകാണിത്.
അതിടുക. അത് കുറച്ച് എത്ര ആവശ്യത്തിനനുസരിച്ച് ഇടുക, എരിവ് ആവശ്യത്തിനനുസരിച്ച് ഇടുക. പിന്നെ മഞ്ഞൾ പൊടി നല്ല അതും അതേപോലെ തന്നെ വീട്ടിൽ നിന്ന് പൊടിച്ച മഞ്ഞൾ പൊടിയാണിത്, പുറത്തുനിന്ന് മേടിച്ചൊന്നുമല്ല, നല്ല വീട്ടിൽ നിന്ന് മേടിച്ച മഞ്ഞൾ കുറച്ചിടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് ഞാൻ ഓൾറെഡി കുറച്ച് ഉപ്പ് അത് ചേർത്തിട്ടുണ്ട്, ഇപ്പം കുറച്ച് ഇട്ട്. പിന്നെ കുരുമുളക് പൊടി ചെറിയ പാക്കറ്റ് കുരുമുളക് പൊടി ഉണ്ട്, അത് ഇങ്ങനെ മിക്സ് ചെയ്യാം. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പിന്നെ മസാല കൂട്ടാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നതിൽ. പിന്നെ ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, കാരണം അത് മസാല ശരിക്കും കറക്റ്റായി പിടിക്കേണ്ടിയിട്ട് മീനിന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിക്കുന്നത് നല്ലതായിരിക്കും. ആ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതാണ് സംഭവം. ഇതാണ്. അപ്പോൾ നമുക്കിത് തിരക്കാം മസാല. നമുക്ക് മസാല തിരക്കാവുന്നതാണ് നല്ല അടിപൊളിയായിട്ട്. നമ്മൾ നേരത്തെ മസാല വിറക്കിച്ച് അത് 1 മണിക്കൂറിന് ശേഷം നമുക്കിത് പൊരിക്കാവുന്നതാണ്. അപ്പോൾ മസാല വിറക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇത് ആവോലി, ഇത് മാന്ത. പക്ഷെ മാന്ത നമ്മൾ പൊരിക്കുന്നതല്ല, മാന്ത നമ്മൾ കറി വെക്കാണ് ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോ ഇപ്പം ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ പൊരിക്കുന്നതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. എണ്ണ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുന്നതാണ് ഇപ്പോൾ. എണ്ണ കുറച്ച് ചൂടായതിനു ശേഷം മാത്രമേ മീൻ ഇടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതിന് മസാല എണ്ണയിൽ കുടിച്ചു പോകും. അപ്പോൾ എണ്ണ ഒരു മീഡിയം ഇതിൽ ചൂടായാൽ മാത്രമേ ഇടാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ചെറുങ്ങനെ ചൂടായിട്ടുണ്ട്. ഇങ്ങനെ മസാല അതിൻ്റെ ഉള്ളിൽ മസാല പിടിച്ചിട്ടുണ്ട്. എന്താ ഇതാണ് ആവോലി, വെളുത്ത ആവോലി ഫ്രൈ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. നമുക്കിത് വെളുത്ത ആവോലി ഫ്രൈൻ്റെ അകത്ത് വെക്കാം. കേട്ടോ, ഒന്നേ മാത്രമേ ഉണ്ട്. നമുക്കിത് മറിച്ചിടാം. ഓരോന്ന് ഓരോന്നൊക്കെ ഞാൻ മറിച്ചിടാം. ആയിട്ടുണ്ട്, ഒരു ഭാഗമായി, അടുത്ത ഭാഗം. ആവോലി ഫ്രൈ നമ്മളിപ്പോൾ പൊരിച്ച് കഴിഞ്ഞ്, ഇതാണ് ആവോലി ഫ്രൈ. ആവോലി ഫ്രൈ പൊരിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ അതിന് ടേസ്റ്റ് ചെയ്യാം. അടിപൊളി, നല്ല ചൂടുണ്ട്. പുറത്ത് നല്ല മഴ പെയ്യുന്നത്, നല്ല മഴയും അല്ലെങ്കിൽ ബാക്കിൽ നല്ല മലയിലെ കാണേണ്ടതാണ്. ഇപ്പോൾ മല കാണുന്നില്ല, മഴക്കാറുള്ള മല കാണുന്നില്ല, അല്ലെങ്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കാണാം. നമുക്ക് ആവോലി ഫ്രൈ ചെയ്യാം. അടിപൊളി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇപ്പോൾ സൈൻ ഓഫ് ചെയ്യുകയാണ്. ഇനി നല്ല വീഡിയോ ആയിട്ട് മേക്ക് ടൈം ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ ബൈ, സൈനിങ് ഓഫ്.